നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ജനുവരി 20 അമേരിക്കൻ പ്രസിഡന്റ് കസേരയിലെത്തുന്നത് ഒരു പുതിയ ട്രംപ് ആയിരിക്കും. തന്റെ ആദ്യ ടേബിളിൽ നിന്ന് കൂടുതൽ വ്യത്യസ്തനായി കരുത്തോടെ ട്രംപ് എത്തുന്നു എന്നതിന്റെ സൂചനകൾ പുറത്തുവരുന്നു. ഇറാൻ ആണവ പദ്ധതികൾക്കു നേരെ അതിശക്തമായ ആക്രമണം നടത്തുമെന്ന് ട്രംപ് ടീം പ്രഖ്യാപിക്കുന്നു. ഇറാനുമേലുള്ള ആക്രമണങ്ങൾ എങ്ങനെ വേണമെന്ന് പദ്ധതിയിടാൻ പ്രത്യേക ട്രംപ് ടീമിന് രൂപം കൊടുത്തു. മറുവശത്ത് അമേരിക്കൻ ജനതയ്ക്ക് ഡൊണാൾഡ് ട്രംപ് നൽകിയ വാഗ്ദാനം അമേരിക്കയിലെ അനധികൃത കുടിയേറ്റക്കാരെ മുഴുവൻ പുറത്താക്കുമെന്ന ദൃഢപ്രതിജ്ഞയിലാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ്. അമേരിക്കയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ നാടുകടത്തൽ പദ്ധതി എന്നാണ് ഇതിന് നാമകരണം ചെയ്തിരിക്കുന്നത്. ചരിത്രത്തിലെ ഏറ്റവും വലിയ നാടുകടത്തലിന് US സാക്ഷ്യം വഹിക്കും എന്നതിന്റെ തെളിവുകൾ പുറത്തുവരുന്നു. നാടുകടത്തലിനുള്ള തുടക്കം എന്ന നിലയിൽ അനധികൃതമായി രാജ്യത്ത് കഴിയുന്ന ഏകദേശം 15 ലക്ഷം കുടിയേറ്റക്കാരുടെ അന്തിമ പട്ടിക US ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് നവംബറിൽ പുറത്തുവിട്ടിരുന്നു. ഇതിൽ 17,940 പേർ ഇന്ത്യക്കാരാണ് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ജനങ്ങൾക്ക് നൽകിയ വാക്ക് താൻ പാലിക്കുമെന്ന് ട്രംപ് ആവർത്തിക്കുന്നു. അതുകൊണ്ട് തന്നെ അമേരിക്കയിലെ ക്രിമിനലുകളായ ഈ അനധികൃത കുടിയേറ്റക്കാരെ മുഴുവൻ പുറത്താക്കും എന്ന് വീണ്ടും പ്രതിജ്ഞ ചെയ്യുകയാണ് ട്രംപ്. ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച കൂട്ട നാടുകടത്തൽ പദ്ധതിക്കെതിരെ ശക്തമായ ആലോചനകളാണ് മറുവശത്ത് നടക്കുന്നത്. നിരവധി പ്രാദേശിക ദേശീയ കുടിയേറ്റ സഖ്യങ്ങൾ ഇതിനകം തന്നെ രൂപം കൊണ്ടു. തങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ നിയമ സഹായം തേടുകയാണ് പൗരാവകാശ സംഘടനകൾ വഴി അവർ. ട്രംപിന് തന്റെ പദ്ധതികൾ എത്ര വേഗത്തിൽ നടപ്പിലാക്കാൻ കഴിയും എന്ന സംശയം ട്രംപ് ക്യാമ്പിലുണ്ട്. എന്നാൽ തന്റെ പ്രഖ്യാപനങ്ങൾ നടത്തുന്നതിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയുമില്ല എന്ന് ട്രംപ് ആവർത്തിക്കുന്നു. അധികാരത്തിൽ തിരിച്ചെത്തുന്ന അന്നു മുതൽ കൂട്ട നാടുകടത്തൽ ആരംഭിക്കുമെന്നും ട്രംപ് പറയുന്നു. ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനത്തിൽ അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെടണമെന്ന് ജോ ബൈഡനോട് ചിലർ ആവശ്യപ്പെട്ടു. എന്നാൽ ട്രംപിന്റെ തീരുമാനത്തിൽ തനിക്ക് ബന്ധപ്പെടാൻ കഴിയില്ല എന്ന നിസ്സഹായ അവസ്ഥയാണ് ജോ ബൈഡൻ വ്യക്തമാക്കിയത്. രാജ്യത്തെ നിരവധി പേർ കൂട്ട നാടുകടത്തലിലേക്ക് കടക്കുന്നു. അവർ ആരും സുരക്ഷിതരല്ല എന്ന സന്ദേശമാണ് ഇപ്പോൾ രാജ്യത്ത് പടരുന്നത്. ഏതാനും നാളുകൾക്കുള്ളിൽ തന്നെ തങ്ങൾ തടവിലാക്കപ്പെടും എന്ന ചിന്തയാണ് അനധികൃത കുടിയേറ്റക്കാരിൽ ഇപ്പോൾ വ്യാപിക്കുന്നത്. തടങ്കലിൽ വയ്ക്കലും പൗരാവകാശ ലംഘനങ്ങളുമൊക്കെ ഇനി അമേരിക്കയിൽ സംഭവിക്കുമെന്ന് അവർ ഭയക്കുന്നു. നഗരങ്ങൾ കേന്ദ്രീകരിച്ച് കൂട്ട നാടുകടത്തൽ പദ്ധതികൾ ആവിഷ്കരിക്കാൻ ദേശീയ ഗാർഡിനെയും സൈന്യത്തെയും ഉപയോഗിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ട്രംപ് തുടക്കമിട്ടിരിക്കുന്നത്. എന്നാൽ കൂട്ട നാടുകടത്തലിനെതിരെ ട്രംപിനെതിരെ കോടതികൾ കേന്ദ്രീകരിച്ച് ഒരു പോരാട്ടത്തിനുള്ള വേദി തുറക്കാൻ ചിലർ ശ്രമങ്ങൾ ആരംഭിച്ചു. അനധികൃത കുടിയേറ്റക്കാരെ ഇത്തരത്തിൽ രാജ്യത്ത് നിന്ന് ഒഴിവാക്കുന്നതിനെതിരെ പ്രവർത്തിക്കുന്ന സംഘടനകളാണ് ഇത്തരം ചില നീക്കങ്ങളുമായി ഇപ്പോൾ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. അനധികൃത കുടിയേറ്റക്കാരെ പട്ടാളത്തെ തന്നെ ഇറക്കി അവരെ തൂത്തുവാരി ടെന്റിലാക്കും എന്ന പ്രഖ്യാപനമാണ് ട്രംപ് ക്യാമ്പിൽ നിന്ന് പുറത്തു വരുന്നത്. ഇത് രാജ്യത്ത് കൂടുതൽ ആശങ്കകൾ പടർത്തുന്നു. അതിനുശേഷം അവരെ പ്രത്യേകം ചാർട്ടർ ചെയ്ത വിമാനങ്ങളിൽ ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിലേക്ക് നാടുകടത്തും എന്ന പ്രഖ്യാപനം. ഇതിനോടകം 15 ലക്ഷം പേരാണ് വിധി കാത്തു നിൽക്കുന്നത്. അനധികൃത കുടിയേറ്റക്കാരിൽ ഇന്ത്യക്കാരും ഉൾപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യക്കും അതിന്റെ അനന്തരഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്ന് തീർച്ച. ട്രംപിന്റെ നയങ്ങൾക്ക് പിന്നാലെ ഇന്ത്യക്കാരും കടുത്ത ആശങ്ക വെച്ച് പുലർത്തുന്നു. കൂട്ട ഒഴിപ്പിച്ചുവിടൽ ഇന്ത്യക്കാരെ എങ്ങനെ ബാധിക്കുമെന്ന് ഇനി വരും ദിവസങ്ങളിൽ അറിയാം. ജനുവരി 20 കുറച്ച് ദിവസങ്ങൾ മാത്രമേ മുന്നിലുള്ളൂ. കഴിഞ്ഞ ഒക്ടോബറിൽ മതിയായ രേഖകളില്ലാതെ അമേരിക്കയിൽ കഴിഞ്ഞ 100ഓളം ഇന്ത്യക്കാരെ ചാർട്ടേഡ് വിമാനത്തിൽ അമേരിക്ക തിരിച്ചയച്ചിരുന്നു. ഇന്ത്യൻ സർക്കാരിന്റെ സഹായത്തോടെ 2023-24 സാമ്പത്തിക വർഷം 1100ഓളം പേരെ നാടുകടത്തി എന്ന് US ആഭ്യന്തര സുരക്ഷാ വകുപ്പ് പറയുന്നു. ഇക്കാലയളവിൽ 145 രാജ്യങ്ങളിൽ നിന്നുള്ള 1.6 ലക്ഷം അനധികൃത കുടിയേറ്റക്കാരെയും തിരിച്ചയച്ചിരുന്നു. അതിനായി 495 അന്താരാഷ്ട്ര വിമാന സർവീസുകൾ നടത്തി എന്നാണ് അമേരിക്കയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ. ചുരുക്കത്തിൽ ജനുവരി 20 ശേഷം ലോകം കാണാൻ പോകുന്നത് അമേരിക്ക നടത്തുന്ന ഏറ്റവും വലിയ നാടുകടത്തൽ തന്നെയാകും. 18,000 ഇന്ത്യക്കാരെ ബാധിക്കും എന്നതിൽ തർക്കം വേണ്ട. രാജ്യത്ത് അനധികൃതമായി തുടരുന്ന 15 ലക്ഷത്തിലധികം കുടിയേറ്റക്കാരുടെ അന്തിമ പട്ടിക US ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് കഴിഞ്ഞ നവംബറിലാണ് തയ്യാറാക്കിയത്. കാലോചിതമായി ഇത് പരിഷ്കരിക്കുമെന്നും കൂടുതൽ പേർ ഈ ലിസ്റ്റിൽ ഉൾപ്പെടുമെന്നുമുള്ള സൂചനകൾ പുറത്തുവരുന്നു. ഇന്ത്യയുമായുള്ള അധികൃതരുടെ ഏകോപനത്തിലെ കാലതാമസം ചൂണ്ടിക്കാട്ടി ICE ഇന്ത്യയെ സഹകരിക്കാത്തവരുടെ വിഭാഗത്തിലാണ് പെടുത്തിയിട്ടുള്ളത്.
മടങ്ങിയെത്തുന്ന പൗരരെ സ്വീകരിക്കുന്ന കാര്യത്തിൽ രാജ്യങ്ങൾ കാണിക്കുന്ന നിസ്സഹകരണം അടിസ്ഥാനമാക്കിയാണ് ഈ തരംതിരിവ്. അനധികൃത കുടിയേറ്റക്കാരെ കൂട്ട നാടുകടത്തലിനായി കണ്ടെത്തുന്നതും പിന്നീട് ഇതിന്റെ നടപടിക്രമങ്ങൾ സ്വീകരിക്കുന്നതുമൊക്കെ ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് അഥവാ ICE വകുപ്പാണ്. തങ്ങളുടെ പൗരരെന്ന് വിശ്വസിക്കുന്നവരെ സ്വീകരിക്കാൻ വിദേശ സർക്കാരുകൾ ഉചിതമായ നടപടികൾ സ്വീകരിക്കും എന്ന പ്രതീക്ഷയുണ്ടെന്ന് ICE പറയുന്നു. നിലവിൽ ഇന്ത്യ, പാകിസ്ഥാൻ, ഭൂട്ടാൻ, ചൈന, റഷ്യ, ഇറാൻ തുടങ്ങി 15 രാജ്യങ്ങളാണ് ഈ പട്ടികയിലുള്ളത്, പ്രത്യേകിച്ച് നിസ്സഹകരണത്തിന്റെ പട്ടികയിലുള്ളത്. ഇക്കഴിഞ്ഞ ദിവസം ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് നിയമവിരുദ്ധ കുടിയേറ്റക്കാരെ പുറത്താക്കാൻ സൈന്യത്തെയും മറ്റ് ആഭ്യന്തര സുരക്ഷാ ഏജൻസികളെയും ഉപയോഗിക്കുമെന്ന് ട്രംപ് ആവർത്തിച്ചുറപ്പിച്ചത്. എന്നാൽ പ്യൂ റിസർച്ച് സെന്ററിന്റെ കണക്ക് പ്രകാരം ഇന്ത്യയിൽ നിന്നുള്ള 7.25 ലക്ഷം നിയമവിരുദ്ധ കുടിയേറ്റക്കാർ US-ലുണ്ട്. മെക്സിക്കോയ്ക്കും എൽ സാൽവദോറിനും ശേഷം US-ലെ നിയമവിരുദ്ധ കുടിയേറ്റ കാര്യത്തിൽ 3-ാം സ്ഥാനത്താണ് ഇന്ത്യ എന്നതാണ് അവരുടെ കണക്ക്. കഴിഞ്ഞ 3 സാമ്പത്തിക വർഷത്തിനിടെ അതിർത്തി വഴി US-ലേക്ക് കടക്കാൻ ശ്രമിച്ചതിന് 90,000 ഇന്ത്യക്കാരാണ് അറസ്റ്റിലായത്. അനധികൃത കുടിയേറ്റക്കാരുടെ പട്ടിക കൂടുതൽ പരിശോധനകൾക്ക് വിധേയമാക്കിയാൽ ഇന്ത്യക്കാരുടെ കൂടുതൽ എണ്ണം അവർ രേഖപ്പെടുത്തുമെന്നും ഇത് ഇന്ത്യക്ക് താങ്ങാൻ കഴിയാവുന്നതിലേറെ പ്രഹരം സൃഷ്ടിക്കുമെന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു. ചുരുക്കത്തിൽ അനധികൃത കുടിയേറ്റക്കാരെ കൂട്ടത്തോടെ നാടുകടത്താനുള്ള പദ്ധതി ട്രംപ് തയ്യാറാക്കിയിരിക്കുന്നു. മറുവശത്ത് ഇറാൻ ആണവ നിലയങ്ങൾ ആക്രമിക്കാൻ ഇസ്രയേലുമായി ഒരു സംയുക്ത പദ്ധതി. ലോകം നടുങ്ങുന്ന പദ്ധതികളോടെയാണ് ഇക്കുറി ട്രംപ് അധികാരത്തിലേക്ക് വരുന്നത്. യുക്രൈൻ റഷ്യൻ യുദ്ധത്തിൽ വിരുദ്ധ അഭിപ്രായങ്ങൾ ഇക്കഴിഞ്ഞ ദിവസം ട്രംപ് രേഖപ്പെടുത്തി. വെറുതെ അമേരിക്കൻ മിസൈലുകൾ റഷ്യയിലേക്ക് പായിക്കുന്നത് മണ്ടത്തരമെന്നാണ് യുക്രൈനോട് ട്രംപ് പറഞ്ഞത്. യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ വ്യക്തമായ പദ്ധതി തന്റെ മനസ്സിലുണ്ട്. താൻ അധികാരത്തിലെത്തുന്നതിന് തൊട്ടു പിന്നാലെ ഈ പദ്ധതി നടപ്പാക്കാൻ ശ്രമിക്കുമെന്നും ട്രംപ് പറയുന്നു. ഒരു വശത്ത് വമ്പൻ പദ്ധതികളുടെ പ്രഖ്യാപനം, മറുവശത്ത് അമേരിക്കയെ ശുദ്ധീകരിക്കാനുള്ള നടപടികൾ. ചുരുക്കത്തിൽ മാധ്യമലോകത്തും ട്രംപ് നിറഞ്ഞു നിൽക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.